ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ അൻകബൂത്ത് 60-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട്: വകഅയ്യിൻ മിൻ ദാബത്തിൻ, എത്രയെത്ര ജീവികളാണുള്ളത്, ലാ തഹ്മിലു റിസ്ഖഹ, ആ ജീവികൾ അവരുടെ ഭക്ഷണം അവർ വഹിക്കുന്നില്ല. അള്ളാഹു യർസുഖുഹു, അള്ളാഹുവാണ് അവർക്ക് ഭക്ഷണം നൽകുന്നത്. വഇയ്യാക്കും, നിങ്ങൾക്കും അവൻ തന്നെയാണ് ഭക്ഷണം നൽകുന്നത്. വഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഇതേ ആശയം സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്തിലും അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഈ ഭൂമിയിൽ ഒരു ജീവിയുമില്ല അള്ളാഹു അതിൻ്റെ ഭക്ഷണം ഏറ്റെടുത്തിട്ടല്ലാതെ. വയഅലമു മുസ്തഖറഹ വ മുസ്തൗദഅഹ, അവ താമസിക്കുന്നതും അവ അവസാനം ചെന്ന് എത്തിച്ചേരുന്നതുമായ സകല സ്ഥലങ്ങളെക്കുറിച്ചും അള്ളാഹുവിന് നന്നായിട്ടറിയാം. കുല്ലും ഫി കിതാബിൻ മുബീൻ, എല്ലാം വളരെ വ്യക്തമായ സുവ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ജീവിക്കുമ്പോൾ വലിയ ആശ്വാസം നൽകുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വലിയൊരു ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു വസ്തുതയാണ് ഈ ആയത്ത്. ഈ 2 ആയത്തുകൾ, ഇത് കൂടാതെ ധാരാളം മറ്റ് ഇതിലേക്ക് സൂചന നൽകുന്ന ആയത്തുകൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു ജീവിയും അള്ളാഹു അതിന് നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷണം, റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, മറ്റ് ജീവിത വിഭവങ്ങളൊക്കെ തന്നെ അത് പൂർത്തിയാക്കാതെ, അത് പൂർണ്ണമായി ലഭിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് പോവുകയില്ല എന്നുള്ളത് വാസ്തവമാണ്. പൂർണ്ണമായും അത് ലഭിക്കും നമുക്ക് ഓരോരുത്തർക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ കാര്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. സഹീഹായ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭക്ഷണം രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അളവുകൾ അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിൽ അല്പം കുറയുകയോ ഒട്ടും കൂടുകയോ ചെയ്യുകയില്ല. അത് പൂർണ്ണമായും ലഭിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു പോവുകയില്ല. ഈ ഒരു വസ്തുത എന്തിനാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ, പ്രവർത്തനം അല്ലെങ്കിൽ ധാരാളമായി പ്രവർത്തനങ്ങൾ, ശുഭപ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കാൻ ഇത് പ്രചോദനം നൽകുന്നു. പലപ്പോഴും ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. അതായത്, നമ്മുടെ ഭക്ഷണം രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ കാര്യമായി അധ്വാനിക്കണം? കാരണം അത് രേഖപ്പെടുത്തപ്പെട്ടതാണല്ലോ, അത് കൃത്യമായി എഴുതപ്പെട്ട് കഴിഞ്ഞതാണ്. പിന്നെ എന്തിന് നമ്മൾ കൂടുതലായിട്ട് അധ്വാനിക്കണം എന്ന് ചിലപ്പോൾ സംശയം ഉയരാം. പക്ഷേ നേരെ തിരിച്ചാണ് അതിൻ്റെ വസ്തുത. അതായത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഒരു ഖദർ, അള്ളാഹുവിൻ്റെ ഒരു ഖലാ അവിടെ ഉണ്ടെങ്കിലും നാം അധ്വാനിക്കാനുള്ളത് നാം അധ്വാനിച്ച് തന്നെ കിട്ടുകയുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എഴുതിയ, നമ്മുടെ പേരിൽ എഴുതിയ ഭക്ഷണത്തെ അല്ലെങ്കിൽ വിഭവങ്ങളെ, ജീവിത വിഭവങ്ങളെ അത് തേടിപ്പിടിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നമ്മൾ വ്യാപൃതരാകണം. ഇമാം ഹസനുൽ ബസരി പറഞ്ഞ ഒരു വാചകം ഇവിടെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. അതായത്, അദ്ദേഹം പറഞ്ഞത്: അലിംതു അന്ന റിസ്ഖി ലാ യഖുദുഹു അഹദുൻ ഫത്മഅന്നത് ബിഹി ഖൽബി, എൻ്റെ ഭക്ഷണം ആരും എടുത്തുകൊണ്ടു പോവുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ മനസ്സ് സമാധാനിച്ചു അതിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത്, എനിക്ക് രേഖപ്പെടുത്തപ്പെട്ട, എൻ്റെ പേരിൽ ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള ഭക്ഷണം അതെനിക്ക് ലഭിച്ചിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകൂ. അതുകൊണ്ട് അതെനിക്ക് കിട്ടും. ഞാൻ അധ്വാനിച്ചാൽ മതി. ഞാൻ എൻ്റെ പ്രവർത്തനം, എൻ്റെ പേരിൽ എന്താണോ ആ ഭക്ഷണത്തെ അല്ലെങ്കിൽ ആ വിഭവങ്ങളെ, ജീവിത വിഭവങ്ങൾ എനിക്ക് എത്തിപ്പെടാൻ ഞാൻ എന്തൊക്കെ ചെയ്യണമോ അത് ഞാൻ ചെയ്താൽ മതി. അതെനിക്ക് തീർച്ചയായിട്ടും
എത്തിയിരിക്കുമെന്ന ഒരു വലിയ സന്ദേശം. ഇത് നമുക്ക് നൽകുന്ന സമാധാനവും നമുക്ക് നൽകുന്ന ആശ്വാസവും ചെറുതല്ല. നാം അധ്വാനിക്കുക, നാം പരിശ്രമിക്കുക, നാം വിജ്ഞാനം നേടുക, വിദ്യാഭ്യാസം നേടുക, കഴിവുകൾ വർദ്ധിപ്പിക്കുക, നമുക്ക് നമ്മുടെ റിസ്ക് തേടേണ്ട വഴികൾ അന്വേഷിക്കുക, അതിലാരുടെയെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ ആ സഹായം തേടുക, ആരുടെയെങ്കിലും പിന്തുണ വേണമെങ്കിൽ ആ പിന്തുണ തേടുക. ഇതൊക്കെ നമ്മൾ ചെയ്യണം. കാരണം ഒരു കാര്യവും കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹു നൽകുകയില്ല. നമുക്ക് അദൃശ്യമായൊരു മാർഗത്തിലൂടെ ഇത്തരം സംഗതികൾ അള്ളാഹു നൽകുകയില്ല. ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ഇതിന് വിപരീതമായി കണ്ടേക്കാം. എന്ന് പറഞ്ഞാൽ അദൃശ്യമായ വഴിയിലൂടെയും അത്തരം കഥകളൊക്കെ നമ്മൾ കേട്ടേക്കാം. പക്ഷേ അത് സാധാരണ സംഗതിയല്ല. അതൊരു സാമാന്യവൽക്കരിക്കാൻ പറ്റാത്ത സംഗതിയാണ്. നമ്മൾ നിരന്തരമായി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ഒപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. എനിക്ക് ഈ ഭൂമിയിൽ നല്ല വിഭവങ്ങൾ, ഹലാലായ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന തന്നെ അതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ. അല്ലാഹുവേ, എനിക്ക് നീ നല്ല ഉപകാരപ്രദമായ വിജ്ഞാനം നൽകണേ, അതുപോലെ റിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ, അനുവദിക്കപ്പെട്ട ഏറ്റവും നല്ല ഭക്ഷണം എനിക്ക് നീ പ്രദാനം ചെയ്യണേ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന നമുക്ക് നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. വളരെ ചെറിയ ജീവികൾക്ക് പോലും ഭക്ഷണം നൽകുന്നവനാണ് അല്ലാഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി, നിങ്ങൾ അല്ലാഹുവിനോട് തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, ഹക്ക തവക്കുലിഹി, തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ തവക്കുൽ ചെയ്താൽ, ലറസഖക്കും, നിങ്ങൾക്കവൻ ഭക്ഷണം നൽകും, കത്വൈരി, ഒരു പക്ഷിയെപ്പോലെ, തറൂഹു ഖിമാസൻ തഗ്ദു ഖിമാസൻ വ തറൂഹു ബിതാനൻ, അത് രാവിലെ ഒഴിഞ്ഞ വയറുമായിട്ട് പോകുന്നു, വ തറൂഹു ബിതാനൻ, വൈകുന്നേരം അല്ലെങ്കിൽ പിന്നീട് രാത്രി മടങ്ങി വരുമ്പോൾ വയറ് നിറച്ച് മടങ്ങി വരുന്നു. എന്ന് പറഞ്ഞാൽ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്. ഏറ്റവും ചെറിയ സൂക്ഷ്മമായ ജീവികൾക്ക് പോലും ഈ ഭൂമിയിൽ ഭക്ഷണം നൽകുന്നത് അവരുടെ കഴിവ് കൊണ്ടോ അവരുടെ പരിശ്രമം കൊണ്ടോ അല്ല, മറിച്ച് അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. പക്ഷെ അവർ അത് തേടിപ്പിടിക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്നു. പക്ഷികൾ പോകുന്നുണ്ട്, അവരുടെ കൂടുകളിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാലാണ് അവർക്ക് വൈകുന്നേരമാകുമ്പോഴേക്കും എവിടെയെങ്കിലുമൊക്കെ ഭക്ഷണം ലഭിക്കുകയുള്ളൂ. ഇതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം അധ്വാനവും പരിശ്രമവും നമ്മൾ നടത്തുക, ഭക്ഷണം തരുന്നത് അല്ലാഹുവാണ്. അവനിൽ ഉറച്ചു വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.